വിജിൻ, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ 9ാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതി? വലിയ ദുഷ്കരമായ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് അവിടെ സ്കൂബ ടീമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങേയറ്റം സങ്കീർണതകൾ ഈ വിഷയത്തിലുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, എന്തായാലും ഇപ്പോൾ സ്കൂബ ടീമിൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 30 മീറ്റർ ദൂരത്തോളം ഇറങ്ങിയായിരുന്നു സ്കൂബ ടീം പരിശോധന നടത്തിയത്. പിന്നീട് ഈ വെളിച്ചത്തിൻ്റെയൊക്കെ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ആ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും പ്ലാറ്റ്ഫോം നമ്പർ 3മായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് 20 മീറ്റർ കൂടി സ്കൂബ ടീം പരിശോധന നടത്തി. അങ്ങനെ 50 മീറ്ററോളം ദൂരം സ്കൂബ ടീം പൂർണ്ണമായും പരിശോധിച്ചു. ഈ 50 മീറ്റർ എത്തുന്ന ഭാഗത്താണ് ഒരു ഗ്രില്ലുള്ളത്. അവിടെ എവിടെയെങ്കിലും തടഞ്ഞിരിക്കുമോ എന്നതൊക്കെയുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു പരിശോധന നടത്തിയത്. പക്ഷേ വെളിച്ചം പൂർണ്ണമായും ഇല്ലാതായതോടുകൂടി പിന്നീട് ആ തിരച്ചിൽ തുടരാനുള്ള സാഹചര്യം ഒഴിവാവുകയായിരുന്നു. അത്തരത്തിൽ തുടരാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ സ്കൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പക്ഷേ വീണ്ടും ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അതിപ്പോൾ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട്. 1ഉം 2ഉം രണ്ട് പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു കൊടുത്താൽ മാത്രമേ കൂടുതൽ ഉള്ള പരിശോധനയിലേക്ക് കടക്കാൻ കഴിയൂ. ട്രെയിൻ ഇങ്ങനെ ഗതാഗതം തുടരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനയ്ക്കും ചില പരിമിതികളുണ്ട്. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഭാഗത്ത്, ഇവിടെ ഇയാളെ കാണാതായ ഭാഗത്ത് ഇപ്പോഴും അവിടുത്തെ മാലിന്യങ്ങൾ കോർപ്പറേഷൻ ജീവനക്കാർ ഒക്കെ ചേർന്ന് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മാലിന്യ കൂമ്പാരം തന്നെയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഈ കോർപ്പറേഷൻ അധികൃതർക്കൊന്നും ഇത്തരത്തിൽ റെയിൽവേ യുടെ ഭാഗമായതുകൊണ്ട്, അവരുടെ അധീനതയിലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ക്ലീനിങ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഓടയൊക്കെ വൃത്തിയാക്കുന്ന ഘട്ടത്തിലും ഇതിനകത്തേക്ക് കടന്ന് അങ്ങനെ ഒരു വൃത്തിയാക്കൽ ഉള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. റെയിൽവേയുടെ അനുമതിയൊക്കെ അതിനാവശ്യമായിരുന്നു. റെയിൽവേയും അങ്ങനെ വൃത്തിയാക്കാതെ പോവുകയും ചെയ്തു. എന്തായാലും അതുകൊണ്ടാണ് ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ കൂമ്പാരമായി കെട്ടിക്കിടക്കുകയും ചെയ്തു. ഇപ്പോഴും ജോയിക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇനിയിപ്പോൾ പ്രധാനമായും അറിയിക്കുന്നത്, കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. അവർ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇനിയൊരു ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു ലൈറ്റ് അടിച്ച് ഏതെങ്കിലും ഭാഗത്ത് അത്തരത്തിലുള്ളൊരു സ്കാൻ ചെയ്യുന്ന നിലയിൽ ആ രീതി പിന്തുടർന്ന് എങ്ങനെയെങ്കിലും ഇയാൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം പരിശോധിക്കാം എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ 6 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ജോയിയെ ഇവിടെ കാണാതായിട്ട്. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന ദൃക്സാക്ഷികളാണ് ഈ മറ്റൊരു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ പൂർണ്ണമായും ഇതിനകത്താണോ ഉള്ളത് എന്ന കാര്യത്തിൽ തന്നെ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോഴും പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ എടുത്തുള്ള പരിശോധന തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, മറ്റ് റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, കലക്ടർ, അതുപോലെ തന്നെ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇവിടെ എത്തി ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ കോർപ്പറേഷൻ ജീവനക്കാർ പൂർണ്ണമായും ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് പൂർണ്ണമായും പ്ലാറ്റ്ഫോമിന് ഇടയിലൂടെയാണ് ഈ വേസ്റ്റ് ഒഴുകിപ്പോകുന്നത്, അതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പെട്ടെന്ന് പൂർണ്ണമായും ഈ വേസ്റ്റ് വൃത്തിയാക്കി തീർക്കാൻ കഴിയുന്ന ഒരു നടപടി അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇറിഗേഷൻ്റെ ലൈറ്റൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലിലേക്കാണ് അടുത്ത ഘട്ടം കടക്കാൻ പോകുന്നത്. രാത്രിയായിരിക്കുന്നു, വെളിച്ചം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. വെളിച്ചത്തിൻ്റെയൊക്കെ സഹായത്തോടെയാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്കൂബ ടീം നിലവിൽ പരിശോധന പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നു. നീലിമ, അതായത് ഈ ടണലിൽ മുട്ടുകുത്തി നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ആ ടീം നമ്മളോടുള്ള പ്രതികരണത്തിൽ പറഞ്ഞത്. ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുക? രാത്രി ഇരുട്ടാവുകയാണ്. മാത്രവുമല്ല, ഈ തോട് കടന്നു പോകുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിനും ഈ റെയിൽവേ ലൈനുകൾക്കും അതിനിടയിലുള്ള സ്ഥലത്തു കൂടിയാണ്, താഴെ കൂടിയാണ് ഈ തോട് കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമല്ലേ വിജിൻ? അങ്ങേയറ്റം സങ്കീർണതകളും അങ്ങേയറ്റം വെല്ലുവിളികളുമാണ് ഈ ടീമിൻ്റെ മുമ്പിൽ ഉള്ളത്, അല്ലേ? തീർച്ചയായും നീലിമ, അങ്ങനെ തന്നെയാണ്. ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം എന്ന് നേരത്തെ തന്നെ സ്കൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. മുട്ടുകുത്തി നിൽക്കാൻ പോലും കഴിയുന്നില്ല. അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ, അതിനകത്ത് കിടന്ന് പരിശോധന നടത്തണമെങ്കിൽ ഒക്കെ ഒന്ന് മുട്ടിക്കുത്തി നിൽക്കാൻ പോലും ഈ ഇടമില്ലാത്ത ഭാഗമാണ്. ഒപ്പം തന്നെ ഈ വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് പൂർണ്ണമായും ഇതിനകത്തും ഒക്കെ. നമ്മുടെ പുറം ഭാഗത്താണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ ജീവനക്കാർ ഈ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തും വേസ്റ്റ് ഉണ്ട്. അത് പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളത് ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. കാലങ്ങളായി ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കൊണ്ടാണിത്.
ഇത് ഇങ്ങനെ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത്. അതിനിടയിലേക്കാണ് ഒരുപക്ഷെ ഈ ജോയ് പോയിട്ടുണ്ടാകുക എന്ന നിഗമനത്തിനാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റൊരു തരത്തിലുള്ള പരിശോധനയും നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഏതെങ്കിലും മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതിൽ തുടർ പരിശോധനകൾ നടത്താൻ കഴിയൂ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഉയർന്നു. എന്തായാലും വിജിൻ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അനുനിമിഷം അവിടെ ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുകയും പോവുകയും ചെയ്യുന്ന വലിയൊരു സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഒഴിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നതിൽ വലിയൊരു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് റെയിൽവേ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പേട്ട വരെ ഈ ട്രെയിനുകൾ വരുത്തുകയും പേട്ടയിൽ ആളുകളെ ഇറക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ നേരത്തെ പരിശോധനയിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ഇപ്പോൾ? നിലമ തീർച്ചയായും ഈ റെയിൽവേ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കലക്ടറും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഈ സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും ഏത് നിലയിലുള്ള പരിശോധന തുടരണമെന്ന കാര്യത്തിലൊക്കെ അവർ പരസ്പരം ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിലമ സൂചിപ്പിച്ചതുപോലെ ഏറെ ദുഷ്കരമാണ് നിലവിൽ ഈ തിരച്ചിൽ എന്ന് പറയുന്നത്. പ്രതിസന്ധി ഒന്ന് പൂർണ്ണമായും വെളിച്ചമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രിയായതോടുകൂടി തിരച്ചിലിൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ നിലവിൽ മാറ്റമുണ്ട്. ഒപ്പം തന്നെ ഈ ട്രെയിൻ ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് നിലവിൽ കടക്കാൻ കഴിയില്ല. പക്ഷേ ഈ തോട് പൂർണ്ണമായും അതിനകത്തൊക്കെ ഈ വേസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്, മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും വൃത്തിയാക്കിയാൽ ഏതെങ്കിലും ഭാഗത്ത് അതിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂബ ടീം അവർക്ക് പരമാവധി കഴിയാവുന്ന നിലയിൽ ഏകദേശം ഒരു 4 മണി 5 മണി വരെ അവർ 30 മീറ്റർ ദൂരത്തിലാണ് പരിശോധന നടത്തിയത്. അതിനുശേഷം കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെങ്കിലും പിന്നീടും ഒരു 50 മീറ്റർ അകലത്തിൽ ഒരു ഈ ഗ്രില്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നിട്ടുണ്ടാകുമോ എന്ന സംശയം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് 20 മീറ്റർ കൂടി ദൂരം പരിശോധന നടത്താം എന്ന് ഈ സ്കൂബ ടീം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള നടപടികളും നിലവിൽ പൂർത്തീകരിച്ചു. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു പരിശോധന സ്കൂബ ടീമിന് നിലവിൽ ഇന്ന് നടത്താൻ കഴിയില്ല. കാരണം പൂർണ്ണമായും വെളിച്ചം പോയിരിക്കുന്നു. അതിനകത്തേക്ക് മറ്റ് വെളിച്ചം ഒക്കെ ഉപയോഗിച്ച് പരിശോധന നടത്താനുള്ള സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ അത്തരത്തിൽ സ്കൂബ ടീമുമായി ബന്ധപ്പെട്ട പരിശോധന പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ ജീവനക്കാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു സാധ്യത ഉള്ളത് ഏതെങ്കിലും രീതിയിൽ ഇറിഗേഷൻ്റെ ഒക്കെ ലൈറ്റ് ഉപയോഗപ്പെടുത്തി എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിൽ ഈ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. അതിനുള്ള നീക്കവും നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഒരു തരത്തിലും ഈ പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യം, തിരച്ചിൽ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. എന്തായാലും വേസ്റ്റ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്നും തുടരും രാത്രിയും. അത് ഏകദേശം പകുതി പോലും ആയിട്ടില്ല. അത് വലിയൊരു കൂമ്പാരമായി കിടക്കുകയാണ്. റെയിൽവേ ഇതിനകത്തേക്ക് അനുമതി നൽകാത്തതിൻ്റെ ഭാഗമായി ഈ റെയിൽവേ കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇത് നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളക്കെട്ടൊക്കെ തമ്പാനൂരിൽ വലിയ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതിന് കാരണവും. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര പെട്ടെന്ന് നടക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. നിലിമ.